The number you are calling is out of network coverage area. Please try later. आपके द्वारा डायल किया गया नंबर नेटवर्क कवरेज क्षेत्र से बाहर है। कृपया कुछ समय पश्चात प्रयास करें। ചേട്ടാ ഒരു സിഗരറ്റ് മതി ഇവിടെ. ചേട്ടാ ഇവിടെ ഈ അലക്സ് എന്ന് പറഞ്ഞ പുള്ളിയുടെ വീട്? അലക്സ അവിടെ അടുത്തോടെയെന്ന് പറഞ്ഞു. വീട്ടുപേരെന്തെങ്കിലും അറിയോ? ഇവിടെ ഈ പുതുകോളിന് കുറച്ച് അങ്ങനെന്തുവാ. ഓ, ജോസഫിന്റെ വീടാ. ജോസഫിന്റെ മകനായിരിക്കും. അപ്പൊ അതിന്റെ പേര് അലക്സ. ചേട്ടാ അതെ, ഇവിടെ നിന്ന് നേരെ പോയിട്ട് ഫസ്റ്റ് വളവ് കഴിഞ്ഞ് ഇടത്തോട്ട് കയറി ഒരു ഇടവഴിയുണ്ട്, അതിലൂടെയാണ്ട് പോയാൽ മതി. അലക്സ് അല്ലേ? അതെ, സാമുൽ സാർ പറഞ്ഞ അറിയോ? സ്ഥലമൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? സാമുൽ സാർ അലക്സിൻ്റെ നമ്പർ തന്നായിരുന്നു. പിന്നെ ആ കോൾ വിളിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ അടുത്തൊരു കടക്കാരനാണ് വഴി പറഞ്ഞു തന്നത്. അത് ഈ ഏരിയയുടെ പ്രശ്നമാണ്. ഈ ഭാഗത്തോട്ട് കടന്നാൽ പിന്നെ ഒരു സിമ്മിനും റേഞ്ചില്ല. രാത്രി ആയിക്ക് പിന്നെ നോക്കേ വേണ്ട. നമ്മുടെ പേരെന്തായിരുന്നു? മാർട്ടിൻ. ഇവിടെ വേറെ ആരുമില്ലേ? ഇല്ല, ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ വിളിപ്പിച്ച കാര്യം? മാർട്ടിൻ ജയിലിൽ എത്ര നാളുണ്ടായിരുന്നു? 6 വർഷം. അവിടെ വെച്ചാ സാമുൽ സാറിന് പരിചയം. എന്തായിരുന്നു കേസ്? കൊലക്കേസാ. പാർട്ടിക്ക് വേണ്ടിയാ. കൊൽക്കനെ കൊന്ന 1 ലക്ഷം തരാൻ കൊടുത്തു. കൊന്നു. ശിക്ഷ വന്നപ്പോ 6 കൊല്ലം. ഇപ്പൊ ഇറങ്ങിയിട്ട് 2 മാസം ആവുന്നേ ഉള്ളൂ. പാർട്ടിക്കാര് നാറികളാ. ഞാൻ പോയാ മറ്റൊരുത്തൻ. ഇനി പണിക്കില്ലെന്ന് വിചാരിച്ചിരുന്നതാ. അപ്പോഴാ സാമുൽ സാറിന്റെ കോള് വന്നു. അലക്സിനാണ്. സാമൂലങ്ങൾ പറഞ്ഞത് മാർട്ടിന് ഇത്തിരി ധൈര്യമുള്ള കൂട്ടത്തിലാണെന്നാ. ആരെയും ഒരു പേടില്ലാത്ത ടൈപ്പ് ആണോ? അലക്സ് വിളിപ്പിച്ച കാര്യം പറ. വാ. ആരത്? എൻ്റെ ഡാഡിയാ. ഡാഡിയെ മാർട്ടിൻ കൊല്ലണം. പക്ഷെ ഡാഡി മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷമായി. താനത് ഭ്രാന്തായി പറഞ്ഞത്? ഒന്നും ക്ലിയർ ആവുന്നില്ല അല്ലേ? പറയാം. 1 വർഷം മുമ്പ് വരെ ഞങ്ങൾ താമസിച്ചിരുന്ന വീടത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും ഡാഡിയും മമ്മിയും അനിയത്തിയും. പക്ഷെ ഡാഡിക്ക് ഈ വീട് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരുന്നു. ഒരു തരം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്. പക്ഷേ എനിക്ക് നല്ലൊരു ജോലി കിട്ടിയ പിന്നെ ഞങ്ങൾ നാട്ടിൽ ചെറിയൊരു വീട് വാങ്ങിയെങ്കിലും ഡാഡിക്ക് ഈ വീട് വിട്ടാലും തിരി താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡാഡിയുടെ വാശി പോലെ ഞങ്ങൾ ഇവിടെ തന്നെ തുടർന്നു. പക്ഷേ ഡാഡിക്ക് ചില മെൻ്റലി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു ടൈം കഴിഞ്ഞാൽ വയലൻ്റ് ആവാനും ഉപദ്രവിക്കാനും വരെ തുടങ്ങി. ഇടയ്ക്ക് ഭയങ്കര വാശിയാണ്. പിന്നെ ആരോടൊന്നും മിണ്ടാതിരിക്കും. അങ്ങനെ 1 വർഷം മുമ്പാണ് പുള്ളി ആ കിടക്കുന്ന ഫാനിൽ തൂങ്ങിയത്. രാവിലെ മമ്മിയാണ് ആദ്യം കണ്ടത്. ഡാഡി എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ഞങ്ങൾക്ക് ആർക്കും ഇപ്പോഴും അറിയില്ല. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞാനും മമ്മിയും അനിയത്തിയും പുതിയ വീട്ടിലേക്ക് മാറി.
അതിനുശേഷം ഒരു 4 ഫാമിലിയും കൂടെ താമസിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഒറ്റ രാത്രിയിൽ ഒരാളുടെ താമസിച്ചിട്ടില്ല. അവരെല്ലാം പറയുന്നത് ഡാഡി ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നാണ്. ഇവിടെ വന്ന ആരെയും രാത്രി ഉറങ്ങാൻ സമ്മതിക്കില്ല. പക്ഷെ ഒരുപാട് രാത്രി ഒറ്റയ്ക്ക് താമസിച്ചിട്ടും ഞാനൊന്നും കണ്ടിട്ടില്ല. ഡാഡിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അലക്സൂട്ടാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ താടിയും ചോദിച്ചുകൊണ്ടിരിക്കും. നിന്റെ അച്ഛൻ്റെ പ്രേതൊഴിപ്പിക്കാനാണോ നീ എന്നെ വിളിച്ചു വരുത്തിയത്? പ്രേതോ? എനിക്കതിലൊന്നും വിശ്വാസമില്ല. ഇപ്പം നാട്ടുകാർ പറയുന്ന പോലെ തന്നെ മാർട്ടിനും പറയുന്നത്. എനിക്കിവിടെ ഉറപ്പ് വരുത്തണം ഡാഡി ഇവിടെ ഇല്ലെന്നുള്ളത്. അതിനാണ് എനിക്കിതിൻ്റെ ആവശ്യം. പൈസക്ക് ആവശ്യമുണ്ടെന്നുള്ള തരാം. അതുകൊണ്ടാണ് ഈ കാട്ടുകൂക്കരെ വന്നത്. അതിന് മാത്രമേ കോമാളിത്തരത്തിനാന്ന് അറിഞ്ഞില്ല. പാർട്ടിക്കാർ പറഞ്ഞ 1 ലക്ഷം രൂപ ഞാൻ തരാം. വെറും ഒറ്റ രാത്രി നിന്നോട് ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ നാളെ എൻ്റെ പൈസ എനിക്ക് കിട്ടിയിരിക്കണം. മാർട്ടിൻ, നാളെ രാവിലെ ഞാൻ വരും. നിനക്കുള്ള പണവുമായി നീ ഇവിടെ തന്നെ ഉണ്ടാകണം.
മാർട്ടിൻ, മാർട്ടിൻ, ആ മാർട്ടിൻ. ഓ, ഇപ്പോഴാണ് മാർട്ടിൻ എനിക്കൊന്ന് സമാധാനമായത്. ഇനിയെങ്കിലും ഈ നാട്ടോട്ടൊന്ന് പറയണം എൻ്റെ വീട്ടിലൊന്നും ഇല്ലെന്നുള്ളത്. ആ മാർട്ടിൻ ഇന്നലെ കറണ്ടിലും പോയിരുന്നോ? ഇതെന്താ ഫുള്ള് ഇവിടെ അലങ്കോലമായി കിടക്കുന്നത്? ഞാൻ ഇന്നലെ കണ്ണെടുക്കാൻ വിട്ടുപോയിരുന്നേ. ഓ, പിന്നെ അങ്ങനെ ഉറക്കമൊക്കെ. ആ, നിനക്കുള്ള പൈസ വണ്ടിയിലിരിക്കണേ. ഒരു മിനിറ്റ് ഇപ്പം എടുത്തിട്ട് വരാവേ. അലക്സൂട്ടാ, നീ എന്നെ കൊന്നതല്ലേ?